നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് അമേരിക്ക ഇറാൻ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച ട്രംപ് കരാറിൽ വെള്ളിയാഴ്ച ഒപ്പിടും. ഹോർമൂസ് ഉടൻ തുറക്കും. സ്വാഗതം ചെയ്ത് അറബ് രാജ്യങ്ങളും ഇന്ത്യയും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലെ ഉഭയകക്ഷി ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക്യൻ കമ്പനികളെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. AI സൈബർ രംഗങ്ങളിൽ അടക്കം സഹകരണം ഉറപ്പാക്കാൻ ധാരണ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി A. പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്ത് CPM. നടപടി CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ. കടുത്ത നടപടിയെടുത്തില്ലെന്ന് വിമർശനം. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായി എന്ന CPM സംസ്ഥാന സമിതി അവലോകന റിപ്പോർട്ട് പുറത്ത്. തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ വിഭാഗീയത നിലച്ചുവെന്നും റിപ്പോർട്ടിൽ. സംസ്ഥാനത്ത് ഇന്ന് 2 ഷിഗല്ല മരണം. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിയായ 7 വയസ്സുകാരനും തൃശൂർ മാപ്രാണം സ്വദേശിയും മരിച്ചു. 3 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. നിപ ബാധിച്ച് ചികിത്സയിലുള്ള യുവാവിന്റെ നില ഗുരുതരമായി തുടരുന്നു. ഡോക്ടർ റീനയെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ഉത്തരവിൽ തിരുത്തൽ വരുത്തി സർക്കാർ. അവധിക്ക് അപേക്ഷിച്ചെന്ന ഭാഗം ഒഴിവാക്കി. ചരിത്രയാത്രയ്ക്ക് തുടക്കം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമുള്ള സൗജന്യ യാത്ര ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി. സൗജന്യ യാത്ര ഔദാര്യമല്ല, ആദരമാണെന്ന് VD സതീശൻ. സാമ്പത്തിക നഷ്ടമുണ്ടായാൽ നികത്തുമെന്നും സ്വകാര്യ ബസ് മേഖല തകരില്ലെന്നും മുഖ്യമന്ത്രി. ചടങ്ങ് ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ട്രംപ്. സംഘർഷ നാളുകൾക്ക് വിരാമമിട്ട് ഹോർമൂസ് കടലിടുക്ക് തുറക്കും. ഇറാനെതിരായ നാവിക ഉപരോധം അമേരിക്ക നീക്കും. ധാരണ ഒപ്പുവെക്കുക വെള്ളിയാഴ്ച ജനീവയിൽ. ലബനനിലടക്കം വെടിനിർത്തൽ. വാർത്ത സ്ഥിരീകരിച്ച് ഇറാൻ. 106 ദിവസങ്ങൾ നീണ്ടുനിന്ന സംഘർഷങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നു. ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തിയതായി പ്രഖ്യാപിച്ചത്. ട്രംപിന്റെ 80ാം ജന്മദിനാഘോഷ വേളയിലാണ് പ്രഖ്യാപനം. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലും അമേരിക്കയും ധാരണയിലെത്തുന്നത്. കരാർ പ്രകാരം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കും. കൂടാതെ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് US ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പൂർണ്ണമായും നീക്കും. കരാറിന്റെ പൂർണ്ണരൂപം പുറത്തുവിട്ടില്ലെങ്കിലും ആദ്യഘട്ടത്തിൽ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിനാണ് ധാരണയായിരിക്കുന്നത്. അതിനിടെ സമാധാന ചർച്ചകൾ തുടരുമെന്നാണ് പ്രധാന വ്യവസ്ഥ. ഇറാന്റെ ആണവ പദ്ധതി, അമേരിക്കൻ ഉപരോധം പൂർണ്ണമായും നീക്കൽ, ലെബനനിലെ യുദ്ധ സാഹചര്യം എന്നിവ ചർച്ചയാകും. പാകിസ്ഥാനാണ് പ്രധാനമായും സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചത്. ജനീവയിൽ വെള്ളിയാഴ്ച സമാധാന കരാർ ഒപ്പുവയ്ക്കാൻ അമേരിക്കയെ പ്രതിനിധീകരിച്ച് വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാനെ പ്രതിനിധീകരിച്ച് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ജനറൽ മുഹമ്മദ് ബാദിർ ഖാലിബാബും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പങ്കെടുക്കും. 47 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് അമേരിക്കയും ഇറാനും നേർക്കുനേർ നിർണായകമായ കൂടിക്കാഴ്ച നടത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ലോകത്തിലെ മൊത്തം എണ്ണവാതക വിതരണത്തിന്റെ പകുതിയിലേറെ കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയതിനെ തുടർന്നാണ് US സൈന്യം ഉപരോധം ഏർപ്പെടുത്തിയത്. ഏപ്രിൽ 13-ന് ഉപരോധം ആരംഭിച്ചതിന് ശേഷം തങ്ങൾ 9 കപ്പലുകൾ പ്രവർത്തനരഹിതമാക്കുകയും 135 കപ്പലുകൾ തിരിച്ചുവിടുകയും ചെയ്തതായി US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഹോർമൂസ് തുറക്കുന്നതോടെ നിലവിലെ ഇന്ധന പ്രതിസന്ധി മറികടക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. അമേരിക്കയും ഇറാനും തമ്മിൽ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനായി രൂപവൽക്കരിച്ച പുതിയ കരാറിനെ സൗദി അറേബ്യ സ്വാഗതം ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക പ്രവർത്തനങ്ങൾ നിർത്തലാക്കാനും 60 ദിവസത്തിനുള്ളിൽ വിഷയം സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ ആരംഭിക്കാനും ധാരണയായ കരാറിനാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം പിന്തുണ പ്രഖ്യാപിച്ചത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി പാകിസ്ഥാനും ഖത്തറും നടത്തിയ നയതന്ത്ര മധ്യസ്ഥ ശ്രമങ്ങളെ സൗദി അറേബ്യ പ്രത്യേകം പ്രശംസിച്ചു. ഒപ്പം ചർച്ചകളോട് അനുകൂലമായി പ്രതികരിക്കുകയും കരാറിലേക്ക് എത്തിച്ചേരാൻ താൽപര്യം കാണിക്കുകയും ചെയ്ത അമേരിക്കയുടെയും ഇറാന്റെയും നിലപാടുകളെ മന്ത്രാലയം അഭിനന്ദിക്കുകയും ചെയ്തു.
ഇന്ത്യയും സ്ലൊവാക്യയും തമ്മിലെ ഉഭയകക്ഷി ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലൊവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത്. ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയെ സ്ലൊവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ പ്രശംസിച്ചു. പ്രധാന മേഖലകളിൽ പല വികസിത രാജ്യങ്ങളെയും ഇന്ത്യ പിന്നിലാക്കിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി മാറിയ നരേന്ദ്രമോദിയെ സ്ലൊവാക്യൻ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. 12 വർഷക്കാലം തുടർച്ചയായുള്ള ഈ നേട്ടത്തെ രാഷ്ട്രീയ അത്ഭുതമെന്നാണ് ഫിക്കോ വിശേഷിപ്പിച്ചത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലൊവാക്യ സന്ദർശിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. ഇനി മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ, സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4 ഉയർന്നു. കോഴിക്കോട് പുതിയതായി 3 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ കോഴിക്കോട് ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 70 ഉയർന്നു. ചെങ്ങരൂത്ത്, ഫറോക്ക്, പുതിയങ്ങാടി പ്രദേശങ്ങളിൽ ഉള്ളവർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. രോഗബാധിതരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 70 ഉയർന്നു. അതേസമയം ഷിഗല്ല ബാധിതരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും കോഴിക്കോട് മലിനജലങ്ങൾ കെട്ടിക്കിടക്കുന്ന കാഴ്ചയടക്കം പതിവായി മാറുകയാണ്. ഷിഗല്ല ബാധിതനായ 7 വയസ്സുകാരനും കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങി. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിയായ 7 വയസ്സുകാരനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇതോടെ കോഴിക്കോട് ജില്ലയിലെ 2 പേരുൾപ്പെടെ 4 പേരാണ് സംസ്ഥാനത്ത് ഷിഗല്ല ബാധിതരായി മരിച്ചത്. കഠിനമായ വയറിളക്കം, വയറുവേദന, പനി, ഛർദി, തലവേദന എന്നിവയാണ് ഷിഗല്ല രോഗലക്ഷണങ്ങൾ. മലിനമായ ഭക്ഷണം, വെള്ളം, രോഗബാധിതരുമായുള്ള സമ്പർക്കം എന്നിവയിലൂടെയാണ് രോഗബാധയുണ്ടാവുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് നിപ ബാധിച്ച് ചികിത്സയിലുള്ള രോഗിയുടെ നില ഗുരുതരമായി തുടരുന്നു. രോഗിക്ക് 2ാം ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി മരുന്ന് നൽകി. അതേസമയം സമ്പർക്ക പട്ടികയിലുള്ള ആരോഗ്യ പ്രവർത്തകയുടെ 2ാം ഫലവും നെഗറ്റീവായി. മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിലുള്ള രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ICMR മാനദണ്ഡപ്രകാരം 2ാം ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി രോഗിക്ക് നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗബാധിതന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള ആരോഗ്യ പ്രവർത്തകയുടെ 2ാം പരിശോധനാ ഫലവും നെഗറ്റീവായിട്ടുണ്ട്. നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 7 പേരിൽ രോഗിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ 2 പേരെ രോഗലക്ഷണങ്ങൾ മാറിയതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. അതിനിടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ക്വാറന്റൈനിൽ കഴിയുകയായിരുന്ന രോഗിയുടെ അടുത്ത ബന്ധു കൂടിയായ ഒരാളെ നിരീക്ഷണത്തിനായി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിലാകെ 6 പേർ ഇപ്പോൾ ആശുപത്രിയിൽ നിരീക്ഷണത്തിലുണ്ട്. സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ കൂടി പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യുകയോ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. ഇതിൽ 4 പേർ വളരെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരും 14 പേർ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരും 85 പേർ കുറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. സമ്പർക്ക പട്ടികയിൽ 45 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്ര സംഘം രോഗബാധിതൻ ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5-ലെ 46 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. ഡോക്ടർ KJ റീനയെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ഉത്തരവിൽ തിരുത്തൽ വരുത്തി സർക്കാർ. പകർച്ചവ്യാധി സമയത്ത് 15 ദിവസം ഡോക്ടർ റീന അവധിയെടുത്തതായി ആദ്യ ഉത്തരവിൽ പറഞ്ഞിരുന്നു. ഈ ഭാഗം ഒഴിവാക്കിയാണ് പുതിയ ഉത്തരവ്. ഉദരസംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം 2.5 ദിവസം മാത്രമാണ് അവധിക്ക് അപേക്ഷിച്ചതെന്ന് ഡോക്ടർ റീന വെളിപ്പെടുത്തിയത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. എന്നാൽ സർക്കാരിനോട് ആലോചിക്കാതെ പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുത്തതാണ് സ്ഥലം മാറ്റത്തിന് കാരണമെന്ന് ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോഴും DHSനെ മാറ്റിയതിലെ കാരണങ്ങൾ സംബന്ധിച്ച് പൊരുത്തക്കേടുകൾ ഉണ്ടായത് വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതുക്കിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ A. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തലിന് പിന്നാലെയാണ് നടപടി. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു പ്രാദേശിക നേതൃത്വത്തിന്റെ ശക്തമായ ആവശ്യമെങ്കിലും കടുത്ത നടപടി ഒഴിവാക്കി സസ്പെൻഷനിൽ ഒതുക്കുകയായിരുന്നു പാർട്ടി എന്നതും ശ്രദ്ധേയമാണ്. ഇന്ന് നടന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നേരത്തെ പത്മകുമാറിന് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തിനുള്ള മറുപടി പരിശോധിച്ചു. ആ മറുപടി തൃപ്തികരമല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിനും വിശദമായിട്ട് ഉള്ള ഒരു
ചാർജ് ഷീറ്റ് കത്ത് നൽകുന്നതിനും തീരുമാനിച്ചു. അത് SITയുടെ റിപ്പോർട്ടിന്റെ കൂടി പരിശോധന അടിസ്ഥാനത്തിലായിരിക്കും അത്തരത്തിലുള്ള വിശദമായ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള കുറിപ്പ് നൽകാം. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ പാർട്ടിയിലെ എല്ലാ സ്ഥാനത്തു നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കാം. അല്ല, നമ്മൾ പത്മകുമാറിനെ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്നെല്ലാം മാറ്റി നിർത്തിയിരുന്നു. അത് തന്നെ ഒരു നടപടിയാണ്. നമ്മളൊരു നടപടി എടുക്കാൻ ഒട്ടും വൈകിയില്ല. കാരണം അദ്ദേഹം ജയിലിലായിരുന്നു. ജയിലിൽ വെച്ച് നമുക്ക് വിശദീകരണ നോട്ടീസ് കൊടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടൻ പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയെന്നും ജില്ലാ നേതൃത്വത്തിന്റെ തെറ്റുകൾ തിരുത്താൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും CPMന്റെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗ റിപ്പോർട്ടിൽ വിമർശനം. ചർച്ചകളിൽ പങ്കെടുത്തപ്പോഴും പാർട്ടിക്കുള്ളിലെ വിഭാഗീയത പ്രകടമായി എന്നും അവലോകന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ കീഴ്ഘടകങ്ങളോട് പരാജയം വിലയിരുത്താനും വിമർശനങ്ങൾ ഉന്നയിക്കാനും സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ലോക്കൽ കമ്മിറ്റി വരെ ഉയർന്നത് സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടി നിർത്തിയുള്ള രൂക്ഷ വിമർശനമായിരുന്നു. താഴെത്തട്ടിലെ ചർച്ചകൾ ക്രോഡീകരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പക്ഷേ കടുത്ത വിമർശനങ്ങൾ ഒഴിവാക്കിയിരുന്നു. സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചതനുസരിച്ച് അവലോകന റിപ്പോർട്ടിൽ തിരുത്തലുകൾ വരുത്തി. ആ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയെന്ന് ഏറ്റുപറയുന്നു. കണ്ണൂർ ഘടകത്തിലുണ്ടായ പല വീഴ്ചകളും തിരുത്താൻ സംസ്ഥാന ഘടകത്തിന് കഴിയാതെ പോയി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ പ്രമുഖ നേതാക്കൾ വിമതരായപ്പോൾ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ ഗൗരവത്തോടെ കണ്ടില്ല. മാധ്യമ വിമർശനത്തിൽ മാത്രമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ചർച്ചകളിൽ പങ്കെടുത്തവർ സൂക്ഷ്മതയോടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്തില്ല എന്നും വിഭാഗീയതയിലൂന്നിയ ചർച്ചകളാണ് നടന്നതെന്നും സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ അതേപടി ഉന്നയിക്കുകയാണ് ചെയ്തതെന്നും അവലോകന റിപ്പോർട്ടിൽ ആമുഖമായി പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ കീഴ്ഘടകങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ചരിത്രത്തിൽ പുതിയ അധ്യായം രേഖപ്പെടുത്തി പ്രിയദർശിനി പ്രയാണം ആരംഭിച്ചു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഇന്നു മുതൽ സൗജന്യ യാത്ര. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. പദ്ധതി സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ലെന്നും സാമൂഹ്യ സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെയും കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിന്റെയും ചരിത്രത്തിലെ പുതിയ അധ്യായത്തിന് തുടക്കമാണ് ഇത്. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. KSRTCയിലെ സൗജന്യ യാത്ര ഔദാര്യമല്ലെന്നും അഭിമാനമാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്. പുരുഷ സംഘടനകളുടെ പ്രതിഷേധത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: എല്ലാ പുരുഷന്മാരെയും കുറിച്ചല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പുരുഷ വിരോധി ഒന്നല്ല. ഈ ഇത്രയും പൈസ ബാക്കി വരുന്നു എന്ന് പറഞ്ഞു ഇവർ യാത്ര ചെയ്യുന്നു. ഇവരുടെ കയ്യിലാണെങ്കിൽ ആ പൈസ വീട്ടിലെത്തും. മറ്റേതാ സൗജന്യം കൊടുത്ത ഈ ബാക്കി വരുന്ന പകുതി കുറച്ച് പേര് കൊടുക്കും വീട്ടിൽ, ബാക്കി അവിടെ പോകും. ഞാൻ പറയില്ല, ഗവൺമെന്റിന് കിട്ടും പൈസ. ഗതാഗത മന്ത്രിയിലും അദ്ദേഹത്തിന്റെ ടീമിലും വിശ്വാസമുണ്ടെന്നും KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ തുടങ്ങുമെന്നും സതീശൻ പറഞ്ഞു. പരിപാടിയിൽ മന്ത്രി CP ജോൺ അധ്യക്ഷത വഹിച്ചു. ഇതിൽ 3125 ബസ്സുകളും ഓർഡിനറി ബസ്സുകളാണ്. ആ ബസ്സുകൾക്ക് ഇന്ന് ഈ സമയം മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ഉദ്ഘാടന ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ബസ്സിൽ യാത്ര ചെയ്തു. സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രാദേശികതല ഉദ്ഘാടനങ്ങളും സംഘടിപ്പിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കശുവണ്ടി അഴിമതി കേസിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷിന് ഹൈക്കോടതിയിൽ കനത്ത തിരിച്ചടി. കോടതിയലക്ഷ്യ കേസിൽ നേരിട്ട് ഹാജരാകണമെന്ന് ഡിവിഷൻ ബെഞ്ചും ഹനീഷ് നൽകിയ അപ്പീൽ തള്ളി. CBI അന്വേഷണത്തിന് പ്രോസിക്യൂഷൻ അനുമതി നൽകാത്ത വിഷയത്തിലാണ് ഹനീഷിനെതിരെ ഹൈക്കോടതി കോടതിയലക്ഷ്യ കേസ് എടുത്തത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഗസറ്റഡ് ഓഫീസർ നിയമനത്തിൽ ദേവസ്വം ബോർഡ്
പ്രസിഡന്റ് കെ ജയകുമാറിനെ അതൃപ്തി അറിയിച്ച് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT ചോദ്യം ചെയ്ത വ്യക്തിയെ സ്ഥാനക്കയറ്റം നൽകിയതിലും നിയമനങ്ങളിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രി പ്രസിഡന്റിനെ അതൃപ്തി അറിയിച്ചത്. ഇക്കാര്യം നാളെ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം ചർച്ച ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സ്വർണം ചെമ്പാണെന്ന് റിപ്പോർട്ട് തയ്യാറാക്കി നൽകി പ്രസിഡന്റിനെ സഹായിച്ച ഉദ്യോഗസ്ഥനെ ദേവസ്വം ബോർഡിലെ പ്രധാന ക്ഷേത്രമായ വള്ളിയാങ്കാവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാക്കി സ്ഥാനക്കയറ്റം നൽകിയതിലും വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് മുൻകൂറായി വാങ്ങിയ പണം തിരിച്ചടച്ചില്ലെന്ന് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയ വ്യക്തിയെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വിജിലൻസ് ഓഫീസറായി നിയമിച്ചതിനുമെതിരെയാണ് മന്ത്രി കെ മുരളീധരൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അതൃപ്തി അറിയിച്ചത്. ഇക്കാര്യം നാളെ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം ചർച്ച ചെയ്തേക്കും. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലേക്ക് 70 പേരെയും ഇതേ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റത്തിലൂടെ 5 പേരെയുമാണ് ദേവസ്വം ബോർഡ് നിയമിച്ചത്. സീനിയർ ഓഫീസറെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ആക്കരുതെന്ന മാനദണ്ഡവും ലംഘിച്ചതായും ആരോപണം ശക്തമാണ്. ഗസറ്റഡ് ഓഫീസർമാരുടെ സ്ഥലം മാറ്റത്തിൽ ബോർഡ് പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി CPM അംഗം സാമ്പത്തിക ഇടപെടൽ നടത്തിയതായും കോൺഗ്രസ് അനുകൂല സംഘടന ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് മന്ത്രിയെ അറിയിച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സൗദിയിൽ വേനൽക്കാലത്തെ കടുത്ത ചൂടിൽ നിന്ന് തൊഴിലാളികൾക്ക് സുരക്ഷയൊരുക്കുന്നതിനായി രാജ്യത്തെ ഉച്ചസമയത്തെ ജോലിക്കുള്ള വിലക്ക് പ്രാബല്യത്തിൽ വന്നു. നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്ന തുറസായ സ്ഥലങ്ങളിൽ ഉച്ചയ്ക്ക് 12 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെ ജോലി ചെയ്യുന്നതിനാണ് നിരോധനം. ഇന്ന് ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വന്ന നിയമം 3 മാസക്കാലം തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. സൗദിയിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ക്യാഷ് കൗണ്ടറുകളിൽ ക്യാഷ്യർമാരായി ജോലി ചെയ്യുന്നവർക്കും റിസപ്ഷനിസ്റ്റുകൾക്കും പ്രത്യേക ഇരിപ്പിടങ്ങൾ നൽകാൻ നിർബന്ധമാണെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തമാക്കി. തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്താനും ഡ്യൂട്ടി സമയങ്ങളിൽ ജീവനക്കാരുടെ പ്രകടനവും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന രീതിയിൽ സ്ഥാപനങ്ങളിൽ ഇരിപ്പിടം നൽകൽ നിർബന്ധമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. വിശ്രമ സ്ഥലങ്ങളിൽ മാത്രം ഇരിപ്പിടം നൽകുന്നതുകൊണ്ട് നിയമപരമായ വ്യവസ്ഥകൾ പാലിക്കപ്പെടില്ല. ജോലി സമയത്ത് ഇരിപ്പിടം നൽകാത്ത സ്ഥാപനങ്ങളെക്കുറിച്ച് ജീവനക്കാർക്ക് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ആപ്പ് വഴി വിവരമറിയിക്കാവുന്നതാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 4 വഴി ഗൾഫ് അറബ് വിദേശ വിമാന കമ്പനികൾക്ക് പരിമിതമായ തോതിൽ സർവീസുകൾക്ക് അനുമതി നൽകിയതായി സിവിൽ വ്യോമയാന അധികൃതർ. യാത്രക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചും വിമാന സർവീസുകളുടെ തുടർച്ച ഉറപ്പാക്കുന്നതിനുമാണ് തീരുമാനം. സർവീസ് നടത്താൻ താൽപ്പര്യമുള്ള വിമാന കമ്പനികളുമായി സഹകരിച്ച് യാത്രാ സമയക്രമം നിശ്ചയിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതോടെ കുവൈറ്റിൽ നിന്ന് യാത്ര ചെയ്യാനും കുവൈറ്റിലേക്ക് എത്താനും ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ യാത്രാ സൗകര്യങ്ങൾ ലഭ്യമാകും. യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് യാത്ര ചെയ്യുന്ന വിമാനത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പരിശോധിക്കുകയും ബന്ധപ്പെട്ട എയർലൈൻസുമായി ബന്ധപ്പെടുകയും ചെയ്യണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. കുവൈറ്റ് എയർവേസിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന ജൂലൈ മാസത്തേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗുകൾ പുനരാരംഭിച്ചു. ജൂലൈ 1 മുതൽ 31 വരെയുള്ള യാത്രാ ബുക്കിംഗുകളാണ് പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. യാത്രക്കാർക്ക് കുവൈറ്റ് എയർവേസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, സേവന കേന്ദ്രങ്ങൾ എന്നിവ വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണെന്ന് കുവൈറ്റ് എയർവേസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ദുബായിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വൻ പദ്ധതിയുമായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. 2026 മുതൽ 30 വരെയുള്ള പുതിയ 5 വർഷ പദ്ധതിക്ക് RTA അംഗീകാരം നൽകി. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലായി 31 പുതിയ കാൽനടപ്പാലങ്ങളും അടിപ്പാതകളും നിർമ്മിക്കാനാണ് പദ്ധതി. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ദുബായിലെ കാൽനടപ്പാലങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളതെന്ന് RTA ഡയറക്ടർ ജനറൽ മത്തർ അൽ തായർ വ്യക്തമാക്കി. 2006 വെറും 26 പാലങ്ങൾ മാത്രമുണ്ടായിരുന്ന ദുബായിൽ 25 അവസാനത്തോടെ 178 ഉയർന്നു. പരിസ്ഥിതി സൗഹൃദ യാത്രകളിലേക്ക് ദുബായ് അതിവേഗം മാറുന്നു എന്നതിന്റെ തെളിവാണ് കാൽനട സൈക്കിൾ യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനവ്. കേവലം അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല, വലിയൊരു ജനവിഭാഗത്തിന്റെ ജീവൻ രക്ഷിക്കാനും ഈ പദ്ധതികൾക്ക് സാധിച്ചു എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഏഷ്യയിൽ നിന്ന് ആഫ്രിക്കൻ രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച 1.3 ടൺ ലഹരി ഗുളികകൾ പിടികൂടുന്നതിൽ നിർണായക വിവരങ്ങൾ നൽകി ദുബായ് കസ്റ്റംസ്. അന്തർദേശീയ കള്ളക്കടത്ത് ശൃംഖലയെ ചെറുക്കുന്നതിൽ രാജ്യാന്തര സഹകരണത്തിന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഈ നടപടി. വ്യോമമാർഗം അയച്ച ടാപ്പൻഡോൾ ലഹരി ഗുളികകളുടെ വൻ ചരക്കാണ് ലക്ഷ്യസ്ഥാനത്തെ അധികൃതർ പിടികൂടിയത്.
ദുബായ് കസ്റ്റംസ് കൈമാറിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. കൃത്യമായ വിവരങ്ങൾ നൽകി സഹായിച്ചതിന് ആഫ്രിക്കൻ രാജ്യത്തെ സുരക്ഷാ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ദുബായ് കസ്റ്റംസിന് നന്ദി അറിയിച്ചു. രാജ്യാന്തര കസ്റ്റംസ് ഏജൻസികളുമായും നിയമനിർവഹണ വിഭാഗങ്ങളുമായും സഹകരിച്ച് അതിർത്തി കടന്നുള്ള ലഹരിക്കടത്തും സംഘടിത കുറ്റകൃത്യങ്ങളും തടയാൻ ദുബായ് കസ്റ്റംസ് സജീവമായി പ്രവർത്തിക്കുന്നതായി അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ വേനൽക്കാലത്തെ അതിശക്തമായ ചൂടിൽ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നടപ്പാക്കിയ ഉച്ചസമയത്തെ പുറംജോലി വിലക്ക് ലംഘിച്ച സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കിയിട്ടുണ്ട്. പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറാണ് നടപടി ശക്തമാക്കിയിട്ടുള്ളത്. വിവിധ മേഖലകളിൽ നടത്തിയ പരിശോധനയിൽ 7 തൊഴിലിടങ്ങളിലായി 23 നിയമലംഘനങ്ങൾ കണ്ടെത്തി. നിയമം ലംഘിച്ച സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും നിയമപ്രകാരമുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ഉച്ചയ്ക്ക് 11 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് നിരോധിച്ചിരിക്കുകയാണ്. കടുത്ത വേനൽ ചൂട് മൂലമുണ്ടാകുന്ന സൂര്യാഘാതം, ചൂട് സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുകയാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. കുവൈറ്റിൽ അഴിമതി കേസിൽ മുൻ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായിരുന്ന ഷെയ്ഖ് തലാൽ അൽ ഖാലിദിനെതിരെ 3 വർഷത്തെ കഠിന തടവും 3000 ദിനാർ പിഴയും കുവൈറ്റ് ക്രിമിനൽ കോടതി വിധിച്ചു. ആഭ്യന്തര പ്രതിരോധ മന്ത്രിയായിരിക്കെ രഹസ്യ ചെലവുകളുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിധി. 2022 മാർച്ച് മുതൽ 2023 ഡിസംബർ വരെയുള്ള കാലയളവിലാണ് മന്ത്രിസഭയിൽ അദ്ദേഹം ഉന്നത പദവികൾ വഹിച്ചത്. ഇതേ കുറ്റത്തിന് അദ്ദേഹത്തിനെതിരെ 14 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരുന്നു. എന്നാൽ അപ്പീൽ കോടതി ശിക്ഷാ കാലാവധി കുറയ്ക്കുകയായിരുന്നു. ഭക്ഷ്യസുരക്ഷയും ജനക്ഷേമവും ഉറപ്പാക്കാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അബുദാബി മിനാസ് സായിദിലെ മത്സ്യ മാർക്കറ്റിൽ സന്ദർശനം നടത്തി. മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങളും വ്യാപാരികൾ, മത്സ്യത്തൊഴിലാളികൾ, ഉപഭോക്താക്കൾ എന്നിവർക്കായി ഒരുക്കിയിരിക്കുന്ന സേവനങ്ങളും അദ്ദേഹം വിലയിരുത്തി. പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന ഇത്തരം സുപ്രധാന കേന്ദ്രങ്ങളിൽ ഉയർന്ന നിലവാരത്തിലുള്ള സേവനങ്ങളും സൗകര്യങ്ങളും ഉറപ്പുവരുത്തേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. അബുദാബിയിലെ താമസക്കാർക്കും വിവിധ വാണിജ്യ സ്ഥാപനങ്ങൾക്കും ഹോട്ടൽ മേഖലയ്ക്കുമെല്ലാം ആവശ്യമായ സമുദ്ര വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിലും വിപണനം നടത്തുന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന കേന്ദ്രമാണ് മിനാസ് സായിദ് മത്സ്യ മാർക്കറ്റ്. രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം നിരന്തരം വിലയിരുത്താനുമുള്ള UAE നേതൃത്വത്തിന്റെ ജനകീയ ഇടപെടലുകളുടെ മറ്റൊരു തെളിവായി ഈ സന്ദർശനം മാറി. UDF സർക്കാരിന്റെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായ KSRTC ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യയാത്രാ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാന ഗവൺമെന്റിനെ OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി വനിതാവേദി അഭിനന്ദിച്ചു. പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് വലിയ തോതിൽ പ്രയോജനകരമായ ഈ പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് കരുത്തേകുന്നതും ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള ജനപക്ഷ പദ്ധതികളും തീരുമാനങ്ങളും UDF വിഭാവനം ചെയ്ത പുതുയുഗപ്പിറവിയിലേക്കുള്ള ധീരമായ നടപടികളാണെന്നും OICC റീജിയണൽ കമ്മിറ്റി വനിതാവേദി അഭിപ്രായപ്പെട്ടു. അബുദാബിയിൽ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ സംഘടിപ്പിച്ച ഫഖ്റൂൻ ബിൽ എമറാത്ത് എന്ന പരിപാടി ഇന്ത്യ UAE സൗഹൃദ ബന്ധത്തിന്റെ ആഴം പ്രതിഫലിക്കുന്നതായി മാറി. UAE സഹിഷ്ണുത സഹവർത്തിത്വ വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ മുഖ്യാതിഥിയായിരുന്നു. UAEയും ഇന്ത്യയും തമ്മിലുള്ള ദൃഢമായ സൗഹൃദവും പരസ്പര ബഹുമാനവും ഈ പരിപാടിയിലൂടെ പ്രതിഫലിക്കുന്നുവെന്ന് ഷെയ്ഖ് നഹ്യാൻ പറഞ്ഞു. UAEയിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ദീപക് മിത്തൽ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത ചടങ്ങ് ചരിത്രപരമായ ബന്ധത്തിന്റെയും തുടർച്ചയായ സഹകരണത്തിന്റെയും തെളിവാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയെ അഭിനന്ദിച്ച് ഷെയ്ഖ് നഹ്യാൻ ബിസിനസ് രംഗത്തും സാമൂഹിക സേവന രംഗത്ത് നൽകിയ സംഭാവനകൾ ശ്രദ്ധേയമാണെന്നും പറഞ്ഞു. സാമൂഹിക ഐക്യവും പരസ്പര ബഹുമാനവും വളർത്തുന്നതിൽ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ മികച്ച പ്രവർത്തനമാണ് നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. CMRL എക്സാലോജിക് ഇടപാടിൽ നിർണായക ചോദ്യം ചെയ്യലുകൾ തുടങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL MD ശശിധരൻ കർത്തയുടെ മകൾ ഷിബി എസ് കർത്തയെ ED ചോദ്യം ചെയ്തു. CMRL അനുബന്ധ കമ്പനിയായ നിപുണ ഇന്റർനാഷണൽ ഡയറക്ടറാണ് ഷിബി. CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്തയെയും T വീണയെയും വൈകാതെ ചോദ്യം ചെയ്യും. CMRL എക്സാലോജിക് ഇടപാടിലെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിന്റെ ഭാഗമായാണ് കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ കൂടി ED പരിശോധിക്കുന്നത്. കമ്പനികളുമായി നേരിട്ട് ബന്ധമുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ശശിധരൻ കർത്തയുടെ മകൾ ഷിബി എസ് കർത്തയെ ED ചോദ്യം ചെയ്തത്. കളമശ്ശേരി ആസ്ഥാനമായിട്ടുള്ള നിപുണ ഇന്റർനാഷണലിലെ ഡയറക്ടർമാരിൽ ഒരാളാണ് ഷിബി. സഹോദരൻ ശരണസ് കർത്തയും ഈ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളാണ്.
CMRL MD ശശിധരൻ കർത്തയുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണ് നിപുണ ഇന്റർനാഷണൽ. CMRLന്റെ ചരക്ക് ഗതാഗതത്തിനായി വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് നൽകിയിരുന്നത് നിപുണയായിരുന്നു. അനിൽ ആനന്ദ് പണിക്കരാണ് നിപുണയുടെ മറ്റൊരു ഡയറക്ടർ. നിപുണ ഇന്റർനാഷണൽ നിലവിൽ കേസിൽ പ്രതിയാണ്. ശരണസ് കർത്തയ്ക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമൻസ് ഉണ്ട്. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി അടക്കം 9 പേർക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED സമൻസ് അയച്ചത്. വെള്ളിയാഴ്ച ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നെങ്കിലും ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാജരാകുന്നത് വീണ ബുധനാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ശശിധരൻ കർത്തയും ഹാജരായിരുന്നില്ല. പിന്നീട് വീട്ടിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. മാസപ്പടി കേസിന് പുറമെ കരിമണൽ ഖനന ഇടപാടും ED അന്വേഷിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് എത്തുമെന്നാണ് സൂചന. മാത്രമല്ല, കൂടുതൽ നേതാക്കൾക്ക് പണം നൽകിയതായി വെളിപ്പെടുത്തലുള്ള പശ്ചാത്തലത്തിൽ അത്തരം കാര്യങ്ങളിലേക്കും അന്വേഷണം എത്തിച്ചേരും. അതിനിടെ മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് CMRL പണം നൽകിയതായുള്ള വിവരവും പുറത്തുവന്നു. 2.5 കോടിയോളം രൂപയാണ് ശരണസ് കർത്തയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. അമൃത ന്യൂസ്, കൊച്ചി. ലോകകപ്പ് ഫുട്ബോളിൽ കേപ്പ് വെർദ സ്പെയിൻ മത്സരം സമനിലയിൽ. മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിയുകയായിരുന്നു. ലോകകപ്പിന്റെ കന്നി മത്സരത്തിലാണ് മുൻ ലോക ചാമ്പ്യന്മാരെ സമനിലയിൽ തളച്ചത്. ലാമിൻ യമാൽ 20 മിനിറ്റ് നേരം രണ്ടാം പകുതിയിൽ കളിച്ചിട്ടും ഗോളൊന്നും നേടാനായില്ല. മത്സരത്തിൽ പലതവണ സ്പെയിൻ സുവർണാവസരം നഷ്ടപ്പെടുത്തി. മുൻ ലോക ചാമ്പ്യന്മാരുടെ സമഗ്ര ആധിപത്യം കണ്ട മത്സരത്തിൽ പ്രതിരോധ കോട്ട കെട്ടി ചെറുത്താണ് കേപ്പ് വെർദ ജയത്തോളം പോന്ന സമനില പിടിച്ചത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.